ഡൽഹിയിൽ IAS അക്കാദമി സെന്ററിൽ മരിച്ച മലയാളി നെവിൻ ഡാൽവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കുമെന്നുള്ള കാര്യം വൈകുന്നേരത്തോടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കുമെന്നറിയുന്നു. അതേസമയം മലയാളി വിദ്യാർത്ഥിയുടെ മരണം കേരളത്തിൽ നിന്നുള്ള MP മാർ പാർലമെന്റിൽ ഉന്നയിക്കും. ഗൗതം തത്സമയം ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. കൃഷ്ണരാജ്, ഇന്നലെയാണ് ഈ ദാരുണ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോഴും ഈ മലയാളി വിദ്യാർത്ഥിയായിട്ടുള്ള എറണാകുളം സ്വദേശി നെവിൻ ഡാൽവിൻ്റെ മൃതദേഹം ഡൽഹിയിൽ തന്നെയാണ് ഉള്ളത്. ഈ അപകടത്തിൽ നെവിനൊപ്പം ജീവൻ നഷ്ടമായത് ഒരു ഉത്തർപ്രദേശ് സ്വദേശിയും മറ്റൊരു തെലങ്കാനയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയുമായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ ഡൽഹിയിൽ പൂർത്തീകരിക്കുകയും മൃതദേഹം UP-യിലേക്കും തെലങ്കാനയിലേക്കും അയച്ചു. പക്ഷേ നെവിൻ്റെ ബന്ധുക്കൾ ആരും തന്നെ ഇന്നലെ ഡൽഹിയിൽ എത്തിയിരുന്നില്ല. ഇന്നലെ വൈകുന്നേരമാണ് നെവിൻ്റെ അമ്മയുടെ സഹോദരൻ രാത്രി ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അതിനാൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ആരെങ്കിലും ഒരു ബന്ധു കൂടി ഉണ്ടാകണം എന്ന നിർബന്ധമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നെവിൻ ഡാൽവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ നടക്കാതിരുന്നത്. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വൈകുന്നേരം ഈ മൃതദേഹം തിരുവനന്തപുരത്തേക്കോ അതല്ലെങ്കിൽ എറണാകുളത്തേക്കോ അത് സംബന്ധിച്ച് ഇപ്പോഴും ബന്ധുക്കൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ എവിടേക്കാണോ എത്തിക്കേണ്ടത് അതിനുവേണ്ട നടപടികൾ ഡൽഹിയിൽ നിന്ന് ഉണ്ടാകും. അതേസമയം പാർലമെന്റിൽ ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ നിന്നുള്ള MP-മാർ ഈ വിഷയം ഉന്നയിക്കും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഈ IAS കോച്ചിങ് സെന്ററിൻ്റെ കെട്ടിട നിർമ്മാണമോ അതല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങളോ ഒന്നും കാര്യക്ഷമമായിരുന്നില്ല എന്നും അത്തരം പ്രശ്നങ്ങളാണ് ഈ വലിയൊരു ദുരന്തത്തിലേക്ക്, പ്രത്യേകിച്ച് അണ്ടർഗ്രൗണ്ടിൽ ഒരു റീഡിംഗ് റൂമിലേക്ക് വെള്ളം ഇരച്ചെത്തുകയും അവിടെ 30ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. കഷ്ടിച്ചാണ് ബാക്കി 27 വിദ്യാർത്ഥികൾ എങ്ങനെയോ രക്ഷപ്പെടുകയായിരുന്നു. 3 കുട്ടികൾ മരണപ്പെടുന്ന സംഭവം ഉണ്ടായി. അങ്ങനെ വലിയ പ്രതിഷേധം ഡൽഹിയിലും അതോടൊപ്പം തന്നെ നാട്ടിലുമൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടേക്കാം.